ഞാൻ പോയി ഒന്ന് കുളിച്ച് വന്നു കേട്ടോ. നമുക്ക് അതാണ് നമ്മുടെ മെയിൻ ലോഡ്ജ്. ഇവിടെയാണ് നമ്മൾ താമസിക്കണേ. നമുക്ക് അവിടെ പോയി നോക്കാം. ഇന്നിപ്പോൾ ബ്രായി പൊയ്ക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് പ്ലാൻ ചെയ്തേക്കണേ. നമുക്ക് നോക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇത് ലെസോത്തോ എന്ന് പറഞ്ഞ രാജ്യത്തിന് അടുത്തായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ട്രക്കൻസ്ബർഗ് മലനിരയുണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ള സനിപാസ് ലോഡ്ജിലാണ് നമ്മൾ താമസിക്കുന്നത്. കാരണം ഇത് സനിപാസിനടുത്താണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയി സനിപാസ് ഒക്കെ കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള അവിടുത്തെ 4x4 അഡ്വഞ്ചർ ഡ്രൈവ് ചെയ്തു. അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പബ്ബ് കണ്ടു. അതിനിടയിൽ കാട്ടുതീ പടർന്ന് നമ്മളൊരു കണക്കിന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള കാഴ്ചകളാട്ടോ നിങ്ങൾ കാണാൻ പോണത്. ബ്രെഡ് ബജിയാണോ? നമ്മളുടെ പഴംപൊരി ആൻഡ് ബ്രെഡ് ബജ്ജി. ഞാൻ ബ്രെഡ് ബജ്ജി പഴംപൊരിയും പ്രതീക്ഷിച്ചില്ല. പഴംപൊരിയുടെ മാവ് എക്സ്ട്രാ ആയി, അതിന്റെ കൂടെ ഇച്ചിരി ചില്ലി പൗഡർ ഇട്ടിട്ട് ബജ്ജി മാവ്. ബാർബിക്യൂനുള്ള ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാക്കിയുള്ള സാധനങ്ങളുണ്ട്, സോസേജ് ഇതെല്ലാം. പിന്നെ ഇതൊക്കെ നമ്മൾ പൊയ്ക്ക് വേണ്ടി, പൊയ്ക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് കാണിച്ചു തരാം. അതിന് വേണ്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നമ്മളിവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു മൗണ്ടൻ വ്യൂവിൽ അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ ചെയർ സെറ്റപ്പ് ഒക്കെ. നമ്മൾ താമസിച്ച ഈ ഒരു അക്കോമഡേഷൻകാർ തന്നെ പുറത്ത് ചെയറൊക്കെ ഇട്ട് ക്യാമ്പ് ഫയർ ഒക്കെ കൂട്ടി തന്നായിരുന്നു. തണുപ്പ് സമയമായതിന് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇതില്. പിന്നെ നമ്മൾ കുറേ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 16 പേർക്കാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ഒരു സ്പെസിഫിക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പൊയ്ക്ക് എന്ന് പറഞ്ഞൊരു ഡിഷ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിഷ് ജെയിൻ സജസ്റ്റ് ചെയ്തു. ജെയിൻ ഇവിടെ പഠിച്ചു ഇവിടെ തന്നെ വളർന്ന ഒരു കുട്ടിയാണ്. ആഷ്ലിയുടെ വൈഫാണ് ജെയിൻ. അങ്ങനെ നമ്മൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ പുക വരണത് നമ്മൾ കാണുന്നത്. കണ്ടോ നിങ്ങള്? നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ്റെ അവിടെ മലയമ്മ തീ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക കേട്ടോ. ഇല്ല ഇത് കണ്ടോ, ഫുള്ള് ഈ സൈഡ് മുഴുവൻ തീയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകാണ് നമ്മൾ ഒരു കണക്കിനാണ് ഈ തീന്നൊക്കെ ഓടി രക്ഷപ്പെട്ടു പോകുന്നത്. ഇവിടെ മുഴുവനായിട്ട് ഇങ്ങനെ കാട്ടുതീ പടരുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ വരാറില്ല. ഇപ്രാവശ്യം കാറ്റ് കൂടുതലുള്ളത് കാരണം ഈ കാട്ടുതീ പടർന്ന് പിടിച്ചതെന്നാണ് കേട്ടോ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കേഴ്സൊക്കെ പറഞ്ഞത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ മുകളിൽ മലയുടെ മുകളിൽ ഇങ്ങനത്തെ ഒരു ലൈറ്റ് കാണുമ്പോൾ നമ്മൾ വെച്ചാൽ എന്തോ ലൈറ്റ് ഇട്ടേക്കാന്ന്. പക്ഷെ ലൈറ്റ് അല്ല കേട്ടോ, ഇത് തീ പടർന്നുകൊണ്ടിരിക്കുന്നതാ. ഇവിടെ ഡിന്നർ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ വെജിറ്റേറിയൻസ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കണം. ഇതിലെന്താ റൈസിൻ്റെ റൈസിൻ്റെ ഇത് സാമ്പാറിൻ്റെ. ഇത് പൊയ്ക്ക് എന്ന് പറഞ്ഞ ഡിഷ്, സൗത്ത് ആഫ്രിക്കൻ ഡിഷ് ഉണ്ടാക്കാനുള്ള പരിപാടി. ഇതിവിടെ ബാർബിക്യൂവിന്റെ പരിപാടി ഓണാണ്. നമ്മളുടെ ബിരിയാണി പോലെ ദക്ഷിണാഫ്രിക്കക്കാർ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് പൊയ്ക്ക്. ഇങ്ങനത്തെ കാസ്റ്റ് അയറൻ്റെ പോട്ടിലാണ് അവർ ഉണ്ടാക്കുക. അതിൽ ഒരുപാട് വെജിറ്റബിൾസും പിന്നെ ഇറച്ചിയും ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ദക്ഷിണാഫ്രിക്കക്കാരുടെ ഒരു ട്രഡീഷണൽ ഡിഷ് കൂടിയാണ് പൊയ്ക്ക്. സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മളിപ്പോൾ അത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു ആഘോഷത്തിലാണ് ഭയങ്കര കുക്കിംഗ് നടന്നു. പ്ലീസ് ബേബി പൊട്ടറ്റോ. കോളില്ല. കോളില്ല.
നമ്മൾ പറഞ്ഞില്ലേ താങ്കളെ നമ്മളെല്ലാരും പറഞ്ഞ് വിറകാണോന്ന്. നമ്മളുടെ ഡിന്നറിന് പൊയ്ക്ക് കൂടാണ്ട് തന്നെ ബാർബിക്യൂ ചെയ്യാനും നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഈ സ്റ്റാൻഡും ഈ തീ ഇട്ടതൊക്കെ ഈ ഒരു അക്കോമഡേഷൻകാർ തന്നെ നമുക്ക് ഇതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തു തന്നായിരുന്നു. അപ്പൊ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ബാർബിക്യൂ ചെയ്തെടുത്തു. ഇനി നമ്മൾ കാണാൻ പോണത് പൊയ്ക്കയാണ്. ആര് ചീറ്റുന്നു? ചന്ദ്രപ്പി സൂക്ഷിച്ചേ, ഇവിടെ ഒരു സാധനമുണ്ട്. ഈ ഒരു സമയം വളരെ രസമായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ കുക്കിങ്ങും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു എന്താ പറയുക തണുത്ത ഒരു ക്ലൈമറ്റില് ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ബാർബിക്യൂ ഒക്കെ ചെയ്ത് ഈ പൊയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഫണ്ണായിട്ടായിരുന്നു. നമുക്കിനി ദക്ഷിണാഫ്രിക്കൻ ഡിഷായിട്ടുള്ള പൊയ്ക്കിന്റെ പ്രിപ്പറേഷൻ കാണാം. ഇതിൽ ആദ്യം തന്നെ സവോളയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ പൊയ്ക്ക് മസാലകൾ എന്ന് പറഞ്ഞ മസാല കിട്ടും. പിന്നെ നമ്മുടെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കനാണ് ആദ്യം ഇട്ട് കൊടുത്ത് അത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങൾ. കാരണം ഇത് ചിക്കൻ മാത്രമല്ല, ഇതിൽ കുറേ പച്ചക്കറികളുള്ള ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. വേറെ രാജ്യങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു ഡിഷ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലേക്ക് തക്കാളി, പിന്നെ മറ്റുള്ള മഷ്റൂം, സുക്കിനി, പിന്നെ നമ്മളുടെ ബീൻസ്, അങ്ങനെ എല്ലാവിധ പച്ചക്കറികൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ലോഡ് ക്യാബേജും ഇതിലിടും. അങ്ങനെയാണ് ദക്ഷിണാഫ്രിക്കക്കാർ ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത്. നമ്മളിത് ഉണ്ടാക്കിയത് ചിക്കൻ വെച്ചിട്ടാണ്, പക്ഷേ ഈ സെയിം സാധനം തന്നെ മട്ടൺ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഈവൻ കാളേൻ്റെ വാലില്ലേ, ഓക്സ്റ്റൈൽ വെച്ചിട്ട് ഇവരിത് ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ റൈസോട് കൂടി ഉണ്ടാക്കണ പൊയ്ക്കയാണ്. ഇപ്പോൾ നമ്മൾ റൈസ് ഇതെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ റൈസ് ഇട്ട് പിന്നെ ഉരുളങ്കിഴങ്ങ് ക്യാരറ്റ് വെച്ച് അതിന് മുകളിൽ ക്യാബേജ് എല്ലാം വെച്ച് അടച്ചിട്ട് ഇത് കവർ ചെയ്ത് കുറേ നേരം കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. തുണിയിട്ട് പിടിക്കണത് ഒരു തുണിതാ. പൊയ്ക്ക് പൊങ്കാലാണ്. എടുക്ക് മനുഷ്യ, ഇതൊന്ന് ഇളക്ക്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൊയ്ക്ക് ഇതേ ഇരിക്കുന്നു. ഹെൽത്തി ഫുഡാണ്, ഹെൽത്തി ഫുഡാണ്. ഓയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കേണ്ടതാണ്. ഇല പൊക്കി, അതാണ് നമ്മുടെ ഇല പൊക്കി. കണ്ടോ സാധനം സെറ്റാ. ഇവിടെ വെജിറ്റേറിയൻസ് കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ റൈസ് വെച്ചു. പിന്നെ കാണിച്ചു തരാം. പിന്നെ ഗോബി മഞ്ചൂരിയൻ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് നല്ല സാമ്പാറുണ്ട്. ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർ സാമ്പാർ. എനിക്കും സാമ്പാർ വേണം. ക്വാണ്ടിറ്റി കൂടി പോയി. ഒരുപാട് ഇളക്കണതിന് മുമ്പ് ഒരു പ്ലേറ്റ് ഒന്ന് മാറ്റാവോ? ഞാൻ അടിയിൽ നിന്ന് ഇളക്കുന്നത്. Next time you will make lamb. Lamb is very nice. Lamb ആണ്. ഐശ്വര്യ എത്ര തിന്നാ? പതുക്കെ കഴിച്ചാൽ മതി.
ഇവിടെ പോയിക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഒന്നും പോലെ ഒന്നല്ല, ഒരു വെറൈറ്റി വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് പൊയ്ക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അടിപൊളിയായിട്ട് നല്ല ഭക്ഷണം കഴിച്ചു. പൊയ്ക്ക് നമ്മളുടെ നാട്ടിലൊരു ടേസ്റ്റ് അല്ലെങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റ്, നല്ല ഹെൽത്തിയാണ്. ഇഷ്ടം പോലെ വെജിറ്റബിൾസും ഇറച്ചിയും ഒക്കെ അതിലുണ്ട്. അപ്പോൾ നല്ലൊരു ഡിഷായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടെ ഒരു നല്ലൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നുണ്ട്. കനോപ്പി ടൂർന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഒരു സംഭവം നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ആ കാഴ്ചകളെല്ലാം കാണും. അപ്പോൾ എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് നിങ്ങളുടെ ഐശ്വര്യ. ബൈ ബൈ. അങ്ങനെ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രായ് അല്ലേ? ഇതാണ് ബ്രായ്. നമ്മള് ബാർബിക്യൂന്നല്ലേ പറയാ? നമ്മള് ഗൾഫിലൊക്കെ ബാർബിക്യൂ എന്നാ പറയുന്നത്, പക്ഷെ ഇവിടെ ബ്രായ്. നമ്മുടെ നാട്ടിലും ബാർബിക്യൂന്നല്ലേ പറയാ? നാട്ടിൽ ബ്രായ് എന്നാണ് പറയുന്നത്. അല്ല, ബാർബിക്യൂ. ഞാൻ ഈ പാചകക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആദ്യം പച്ചക്കറി മൊത്തം കൊണ്ടുവന്നു, പിന്നെ മസാല കൊണ്ടുവന്നു. ഇവിടെ ഒരു സാധനമില്ല. കടിയില്ല. അയ്യോ, കടുകവിടെ എന്താ വേണ്ട? മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം. ഇവിടെ എന്ന് പറയാ വീട്ടില് എങ്ങനെ അല്ല, ഞാൻ ഒരു വർഷം ഉണ്ടായിരുന്നു. ഓ, അപ്പം ദോഷം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഗൾഫിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. പേരൊക്കെ മാറ്റി. ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ബാർബിക്യൂ എന്ന് പറയുന്ന സംഭവം ഗൾഫിൽ ആ ഒരു പേരിലാണ്. അത് അറബ് ടൈപ്പ് ഫുഡ്. ശരിക്കും ആഫ്രിക്കൻ ഫുഡായത്. ഇത് ബ്രായ്. ഇതല്ല, സോസ് അല്ല, സോസേജ് അല്ല. ക്യാബേജിന്റെ ഇത് വെളിയിലിരിക്കുന്നത് അതുകൊണ്ടാണ്. ബ്രായ് കിട്ടിയാലും